നമസ്കാരം. അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് ഈസി ആയിട്ട് ഡാൻഡ്രഫ് ട്രീറ്റ് ചെയ്ത് മാറ്റുന്നതെന്ന് നോക്കാം. ഡാൻഡ്രഫ് നമ്മളെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സ്കിൻ കണ്ടീഷനാണ്. അപ്പോൾ ഇത് ഡാൻഡ്രഫ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പിമ്പിൾസൊക്കെ വരും, മുടി പൊഴിച്ചിലുണ്ടാക്കും, പിന്നെ ഭയങ്കര ചൊറിച്ചിലായിരിക്കും, തലയിലൊക്കെ ഭയങ്കര എപ്പോഴും ചൊറിഞ്ഞിട്ട് പൊട്ടുകയൊക്കെ ചെയ്യും. അത് ഒരിക്കലും വരാത്ത രീതിയിൽ നമുക്കിത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. വളരെ എളുപ്പമാണ്. പിന്നെ വരാതിരിക്കാൻ നമ്മൾ എങ്ങനെയൊക്കെ പിന്നെ കെയർ ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കണം കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഡാൻഡ്രഫ് ട്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പ്, അതുപോലെ തന്നെ ബാത്ത് ടവൽ, നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, ബെഡ്ഷീറ്റ്, പില്ലോ കവർ, പെൺകുട്ടികളും ലേഡീസും ഒക്കെ ആണെങ്കിൽ അവരുപയോഗിക്കുന്ന ഹെയർ ക്ലിപ്പുകൾ, ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകി ഡെറ്റോളിലൊക്കെ മുക്കി നല്ലതായിട്ട് ഉണക്കി മാറ്റി വയ്ക്കുക. ഞാൻ ഹോം റെമഡിയൊക്കെ ചെയ്ത് നോക്കി, ചില സമയത്ത് നമുക്കത് വർക്കാവത്തില്ല. അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഡാൻഡ്രഫ് എങ്ങനെ ട്രീറ്റ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഷാമ്പു ഈസി ആയിട്ട് എല്ലായിടത്തും കിട്ടും, മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും, അല്ലെങ്കിൽ എല്ലാ കടകളിലും കിട്ടുമെന്ന് തോന്നുന്നു. ഇത് മെഡിസിനൽ ഷാമ്പു ആണ്, സെൽസൺ അതിൻ്റെ പേര്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഷാമ്പു തന്നെയാണിത്. അപ്പോൾ ഈ ഷാമ്പു ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഗോൾഡ്, അതായത് മെറ്റൽ ഓർണമെൻറ്റ്സ് എല്ലാം മാറ്റുക. നോർമൽ ഷാമ്പു ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇത് നമ്മുടെ കയ്യിൽ കുറച്ചെടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് തൊട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്യുക. കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വേണം കേട്ടോ, നമുക്ക് നോർമൽ ഷാമ്പു ഉപയോഗിക്കുന്നതല്ല. എന്നിട്ട് നമ്മുടെ ഈ ഹോൾ മുടിയെടുത്തിട്ട്, ഫുൾ മുടിയെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് റബ്ബ് ചെയ്യുക. 3 മുതൽ 5 മിനിറ്റ് വരെ ഒന്ന് റബ്ബ് ചെയ്യുക. അതിനുശേഷം ഇത് നോർമലായിട്ട് ചെറിയ ചൂടുവെള്ളത്തിലോ ചെറിയ നോർമൽ വെള്ളത്തിലോ കഴുകിക്കളയാം. ശേഷം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ചീപ്പ് എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം നല്ല കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രമേ പിന്നെ യൂസ് ചെയ്യാവൂ. ഇപ്പോൾ ഈ ഒറ്റ യൂസിൽ നമ്മുടെ ഫുൾ ഡാൻഡ്രഫ് പോയിട്ടുണ്ടാവും. അഥവാ ഇനിയും പോയില്ല, ഒരുപാട് നല്ല സ്പ്രെഡ് ചെയ്തൊരു കണ്ടീഷനാണെങ്കിൽ ഇതേപോലെ അടുത്ത 2-3 ദിവസത്തിനകം ഒന്നുകൂടെ ഇതുപോലെ ഷാമ്പു യൂസ് ചെയ്യുക, സെൽസൺ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഡാൻഡ്രഫ് ട്രീറ്റ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മളൊരിക്കലും നമ്മുടെ ചീപ്പ്, ക്ലിപ്പുകൾ ഇതൊന്നും മറ്റൊരാൾക്ക് യൂസ് ചെയ്യാൻ കൊടുക്കാതിരിക്കുക, അവരുടേത് യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഇത് പകരുന്ന ഒന്നാണ്. മുടിയൊക്കെ നനഞ്ഞ അതുപോലെ തന്നെ കെട്ടിവെക്കാതിരിക്കുക, നല്ലതായിട്ട് ഉണക്കി വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ആഴ്ചയിൽ 1-2 തവണയെങ്കിലും മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് മുടിയെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി സൂക്ഷിക്കുന്നതൊക്കെ വളരെയധികം ഹൈജീനിക്കാണ്. ഇതൊക്കെ ഡാൻഡ്രഫ് ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ളവരാണെങ്കിൽ കൂടെ ഈ ചീപ്പൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോന്ന് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഡാൻഡ്രഫിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുകയും ചെയ്യാം, പിന്നെ വരാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യാം.